ഇനി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നു. നിഖിൽ പ്രമേഷ്, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷക്കെടുതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പാലക്കാട് നിന്നും കാലവർഷക്കെടുതി അതേ നിലയിൽ തന്നെ അത്ര വ്യാപ്തിയില്ലെങ്കിലും ആ നിലയിലുള്ള കാലവർഷക്കെടുതി ജില്ലയിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ ചിലയിടങ്ങളിൽ ശക്തമായ മഴയും ചിലയിടങ്ങളിൽ അത്ര കാഠിന്യമില്ലാത്ത മഴയുമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഈ ഒരു മരം കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി. മണിയമ്പാറ തൃത്താമര ക്ഷേത്രത്തിന് സമീപമാണ് മരം കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായത്. തൃത്താമര സ്വദേശിയായിട്ടുള്ള ചന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള ശുചിമുറി ഇതിനെ തുടർന്ന് പൂർണ്ണമായി തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. 8:30 കൂടി പെയ്ത കനത്ത കാറ്റിലും മഴയിലുമാണ് ഇത്തരത്തിൽ മരം പൂർണ്ണമായി കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായത്. ഭാഗ്യവശാൽ അതിന് സമീപത്തുകൂടി ആ സമയത്ത് ആളുകളൊന്നും തന്നെ കടന്നുപോയിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ വൈദ്യുതി ലൈനുകൾക്കും മറ്റും തകരാറുകൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയുടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയും ചിലയിടങ്ങളിൽ അത്ര ശക്തമല്ലാത്ത തീവ്രത കുറഞ്ഞ മഴയുമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് ഈ അട്ടപ്പാടി മേഖലയിലൊക്കെ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നു കഴിഞ്ഞ 24 മണിക്കൂറായി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്നാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ദിലീപ്, വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.